Movement. So now we are going to learn about movement in plants and in animals. As you know, animals can move from one place to another place. ഒരു സ്ഥലത്ത് നിന്നും വേറൊരു സ്ഥലത്തോട്ടേക്ക് അവർ മൂവ് ചെയ്യും അല്ലേ? The animals move about to look for food, water and shelter. ഭക്ഷണത്തിനും വെള്ളത്തിന് വേണ്ടിയിട്ടും അല്ലെങ്കിൽ എവിടെയെങ്കിലും ഒതുങ്ങിയിരിക്കാൻ വേണ്ടിയിട്ടും ഒക്കെയാണ് അവർ ഒരു സ്ഥലത്ത് നിന്ന് വേറൊരു സ്ഥലത്തോട്ടേക്ക് മൂവ് ചെയ്യുന്നത്. This ability to move here and there in search of food, water and shelter is called as locomotion. ഇങ്ങനെ അവർ നടക്കുന്നത് ഒരു സ്ഥലത്ത് നിന്ന് വേറൊരു സ്ഥലത്തോട്ടേക്ക് നടക്കുന്നതിൻ്റെ പേരെന്തെന്നാണ്? ഇറ്റ് ഈസ് കോൾഡ് ആസ് locomotion. Now they show a variety in their movements. എല്ലാ അനിമൽസും ഒരേപോലെയാണോ നടക്കുകയും ചെയ്യുന്നത്? ഇല്ല. They show a variety in their movements. അവരുടെ മൂവ്മെൻറ്റ്സിൽ വെറൈറ്റി ഉണ്ട്. Animals that can walk and run. ടൈഗർ ആൻഡ് എലിഫൻറ്റ്. ടൈഗറും എലിഫൻറ്റും എങ്ങനെയാണ് ഒരു സ്ഥലത്ത് നിന്ന് വേറൊരു സ്ഥലത്തോട്ടേക്ക് പോകുന്നത്? ദേ വിൽ ഐദർ വാക്ക് ഓർ ദേ വിൽ റൺ. ആൻഡ് ഷാർക്ക് ആൻഡ് ഗോൾഡ് ഫിഷ് അവർ നടക്കുകയാണോ ചെയ്യുന്നത്? നോ, ദേ വിൽ സ്വിം. അല്ലേ, അവർ നീന്തുകയാണ് ചെയ്യുന്നത്. ആൻഡ് ക്രോക്കഡൈൽ ആൻഡ് ലിസേർഡ് ദേ വിൽ ബി ക്രോളിങ്. അല്ലേ, എഴഞ്ഞു പോവുകയാണ് ചെയ്യുന്നത്. ക്രോക്കഡൈൽ ആൻഡ് ലിസേർഡ് ദേ ക്രോൾ. ആൻഡ് വാട്ട് അബൌട്ട് പീജിയൻസ് ആൻഡ് ഈഗിൾസ്? ദേ ഫ്ലൈ. പീജിയനും ഈഗിളും എന്താ ചെയ്യുന്നത്? ദേ ഫ്ലൈ. സോ ദേ മൂവ്. അനിമൽസ് വിൽ മൂവ് ഹിയർ ആൻഡ് ദെയർ ഇൻ സെർച്ച് ഓഫ് ഫുഡ്, വാട്ടർ ആൻഡ് ഷെൽട്ടർ. ആൻഡ് ദിസ് അബിലിറ്റി ഈസ് കോൾഡ് ആസ് ലോക്കോമോഷൻ. ഡു പ്ലാന്റ്സ് ഷോ ലോക്കോമോഷൻ? പ്ലാന്റ്സ് ഒരു സ്ഥലത്ത് നിന്ന് വേറൊരു സ്ഥലത്തോട്ടേക്ക് നടന്നു പോകുമോ? ഇല്ല, അവർ മൂവ്മെൻറ്റ് കാണിക്കുമായിരിക്കും. വി ലേൺഡ് അബൌട്ട് ദ ടച്ച് മീ നോട്ട് പ്ലാന്റ് ദാറ്റ് ഷോസ് മൂവ്മെൻറ്റ്. അതിൻ്റെ ലീഫ് ഇങ്ങനെ അടഞ്ഞു പോകുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട് അല്ലേ? ബട്ട് ദേ ഡു നോട്ട് ഷോ ലോക്കോമോഷൻ. ഒരു സ്ഥലത്ത് നിന്ന് വേറൊരു സ്ഥലത്തോട്ടേക്ക് അവർ നടന്നു പോകത്തില്ല, ഓടിപ്പോകത്തില്ല, പറന്നും പോകത്തില്ല. ദേ റിമൈൻ ഫിക്സ്ഡ് ടു ദ ഗ്രൗണ്ട് ബിക്കോസ് ദേ ഡു നോട്ട് ഹാവ് ടു സെർച്ച് ഫോർ ഫുഡ് ഓർ വാട്ടർ. അവരിതൊന്നും തേടി അങ്ങോട്ടോ ഇങ്ങോട്ടോ നടന്നു പോകത്തില്ല. ദേ പ്രിപ്പയർ ദെയർ ഓൺ ഫുഡ് ആൻഡ് അബ്സോർബ് വാട്ടർ ഫ്രം ദ സോയിൽ. ഭക്ഷണം എങ്ങനെയാണ് കിട്ടുന്നത് അവർക്ക്? ദേ പ്രിപ്പയർ ദെയർ ഓൺ ഫുഡ്. ഭക്ഷണം അവർ തന്നെ ഉണ്ടാക്കും. ആൻഡ് അബ്സോർബ് വാട്ടർ ഫ്രം ദ സോയിൽ. വെള്ളം അവർ മണ്ണിൽ നിന്ന് അങ്ങ് എടുത്തോളും. ഓൺലി സം പാർട്സ് ഓഫ് പ്ലാന്റ്സ് ഷോ മൂവ്മെൻ്റ് ആണ് കാണിക്കുന്നത്. എന്തെങ്കിലും ഒരു ചെറിയ അനക്കമാണ് കാണിക്കുന്നത്. നോട്ട് ലോക്കോമോഷൻ. ഒരു സ്ഥലത്ത് നിന്ന് വേറെ സ്ഥലത്തേക്ക് പോവുകയല്ല ചെയ്യുന്നത്. ന്യൂട്രിഷൻ. വാട്ട് ഈസ് ന്യൂട്രിഷൻ? അനിമൽസിനും പ്ലാന്റ്സിനും എങ്ങനെയാണ് എവിടെ നിന്നാണ് ഭക്ഷണം കിട്ടുക? അതാണ് ന്യൂട്രിഷൻ എന്ന് പറയുന്നത്. സോ ഹൗ ഡു ദീസ് അനിമൽസ് ഗെറ്റ് ഫുഡ്? ഒരു ഗ്രാസ് ഹോപ്പർ, എലി, റാബിറ്റ് ഇതിനൊക്കെ എവിടെ നിന്നാണ് ഭക്ഷണം കിട്ടുക? ദേ വിൽ ബി ഈറ്റിംഗ് പ്ലാന്റ്സ്. അല്ലേ, അവർ ചെടികളെ ആയിരിക്കും തിന്നുക. റാബിറ്റ്, മൗസ്, ഗ്രാസ് ഹോപ്പർ, അതുപോലെ തന്നെ കൗ, ഗോട്ട്, ദേ ആർ ഓൾ ഈറ്റിംഗ് പ്ലാന്റ്സ്. അവരൊക്കെ ചെടികളെ ആയിരിക്കും തിന്നുക. ആൻഡ് വാട്ട് അബൌട്ട് ദീസ് അനിമൽസ്? ലയൺ, ടൈഗർ, ഔൾ, സ്നേക്ക് ഇവരൊക്കെ എന്താ കഴിക്കുക? ദേ വിൽ ബി ഈറ്റിംഗ് അതർ അനിമൽസ്. അവർ വേറെ അനിമൽസിനെ ആയിരിക്കും കഴിക്കുക അല്ലേ? ഈ അനിമൽസൊക്കെ പ്ലാന്റ്സിനെ കഴിക്കുമ്പോഴത്തേക്കും ഈ ലയണും ടൈഗറും ഒക്കെ എന്തോന്നായിരിക്കും കഴിക്കുക? ദേ വിൽ ബി ഈറ്റിംഗ് ദ അതർ അനിമൽസ്. സോ all animals are dependent directly or indirectly on plants for their food. ഡയറക്റ്റ്ലി എന്ന് പറയുമ്പോൾ അവർ പ്ലാന്റ്സിനെ തന്നെയായിരിക്കും തിന്നുക അല്ലേ? റാബിറ്റും എലിയും ഒക്കെ പ്ലാന്റ്സിനെ തന്നെയായിരിക്കും തിന്നുക. അപ്പോൾ ഇൻഡയറക്റ്റ്ലി എന്ന് പറയുമ്പോൾ അവർ പ്ലാന്റ്സിനെ തിന്നത്തില്ല, പക്ഷേ അവർ പ്ലാന്റ്സ് കഴിക്കുന്ന വേറെ അനിമൽസിനെ ആയിരിക്കും കഴിക്കുക. Like lion will be eating plants? No, lion won't eat plants, but it will be eating on rabbit. അത് റാബിറ്റിനെ ആയിരിക്കും കഴിക്കുക. And what does the rabbit feed on? It feeds on plants. അപ്പം directly or indirectly all the animals are dependent on plants for their food. അപ്പോൾ പ്ലാന്റ്സിന് എവിടെ നിന്നാണ് ഫുഡ് കിട്ടുക? The plants prepare their own food using sunlight, air and water. അവരുടെ ഭക്ഷണം തന്നെത്താൻ ഉണ്ടാക്കും. ഏത് ഉപയോഗിച്ചിട്ട്? സൺലൈറ്റ്, എയർ, വാട്ടർ ഒക്കെ ഉപയോഗിച്ചിട്ട് the plants prepare their own food. And all animals are dependent on plants directly or indirectly for their food.
So, we studied about the movement in plants and nutrition in plants. Do all the animals have the same type of movement? Allah. Some of them walk, some of them run, അല്ലെങ്കിൽ പിന്നെ crawl ചെയ്യും, otherwise they will be flying, right? And what about nutrition? Again the same thing. ചിലർ they will be eating plants while the others they will be eating animals. So breathing organs also are different from animals to animals. Like these animals, deer, cow, tiger, giraffe and human beings, we all have lungs. We breathe through the lungs. And what about a fish? A fish breathe through their gills. Fish breathe through their gills. And a frog breathe through their lungs and skin. The frog breathe through their lungs and skin. And what about insects? Insects like butterflies and cockroaches, they are having tiny holes on their bodies. വളരെ ചെറിയ ദ്വാരം പോലെ കാണും. They'll be having tiny holes on their bodies and it helps them to breathe. And what about plants? Plants എങ്ങനെയാണ് ബ്രീത്ത് ചെയ്യുന്നത്? Plants breathe through small openings on the leaves that are called as the stomata. പ്ലാന്റ്സിൻ്റെ ലീഫിൽ ചെറിയ ദ്വാരം കാണും. നമുക്ക് കണ്ണുകൊണ്ട് കാണാൻ പറ്റാത്ത അത്രയ്ക്ക് ചെറിയ ദ്വാരങ്ങൾ കാണും. They are called as the stomata, and plants breathe through the stomata that are present on the surface of their leaves. Amazing facts. So let us learn some amazing facts about an animal. Frog. Do you know where frogs live? Frogs live on land and in water. The frogs can live both on land and in water. They are called as amphibians. An amphibian can live both on land and in water. And how do frogs breathe? How do frogs breathe? Frogs breathe through both skin and lungs. The frogs breathe through both skin and lungs. When the frog is in water, it will breathe through the skin. അത് വെള്ളത്തിൽ ഇങ്ങനെ നീന്തി കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതെങ്ങനെയാണ് ബ്രീത്ത് ചെയ്യുന്നത്? അതിൻ്റെ മോയ്സ്റ്റ് നനുത്ത സ്കിന്നിൽ കൂടിയാണ് അത് ബ്രീത്ത് ചെയ്യുന്നത്. ആൻഡ് വെൻ ദ ഫ്രോഗ് ഈസ് ഔട്ട് ഓഫ് ദ വാട്ടർ, എ ഫ്രോഗ് വിൽ ബ്രീത്ത് ബൈ ടേക്കിംഗ് എയർ ഇൻ ത്രൂ ദെയർ നോസ്ട്രിൽസ് ആൻഡ് ഇൻ ടു ദെയർ ലങ്സ്. അപ്പോൾ ഫ്രോഗ് വെള്ളത്തിൽ നിന്ന് പുറത്ത് വരുമ്പോൾ നമ്മളൊക്കെ പോലെ തന്നെയാണ് അതും ബ്രീത്ത് ചെയ്യുന്നത്, ലങ്സിൽ കൂടി. സോ ഫ്രോഗ്സ് ബ്രീത്ത് through both skin and lungs. Reproduction. So you have already learned that all living things reproduce. How do they reproduce? Animals either give birth to their young ones. Animals like dog, cat, tiger and many other animals, they will be giving birth to their young ones. Like dog will give birth to a puppy, a cat, a kitten. Or they lay eggs from which their young ones hatch out. Like duck and chicken, they will be laying eggs. And from these eggs, who will come out? Their babies will be coming out. Young ones will be coming out. They lay eggs from which the young ones hatch out. And what about plants? Do they lay eggs or do they give birth to young ones? No. The plants, they produce seeds. The plants produce seeds. When sown, these seeds give rise to new plants. What does it mean? Sown. Sown എന്ന് വെച്ചാൽ നമ്മൾ വിത്തിനെ എന്ത് ചെയ്യും? മണ്ണിൽ അങ്ങ് നടും അല്ലേ, മണ്ണിൽ കുഴിച്ചിട്ടിട്ട് വെള്ളമൊക്കെ ഒഴിക്കും, അതാണ്. വെൻ സോൺ ദീസ് സീഡ്സ് ഗീവ് റൈസ് ടു ന്യൂ പ്ലാന്റ്സ്. അപ്പോൾ നട്ട് കഴിയുമ്പോൾ അതിൽ നിന്ന് എന്ത് വരും? ദേ വിൽ ഗീവ് റൈസ് ടു ന്യൂ പ്ലാന്റ്സ്. ബട്ട് ഡു ഓൾ പ്ലാന്റ്സ് ഗ്രോ ഫ്രം സീഡ്സ്? നോ. ദർ ആർ സം പ്ലാന്റ്സ് വിച്ച് ഗ്രോ ഫ്രം എ പാർട്ട് ഓഫ് ദ പ്ലാന്റ്, like the root or the stem. Some plants, they will be growing from the part of the plant, like the stem or root. As you know, the rose plant in your house, how does it grow? Your mother will be cutting a stem from the rose plant, and from that a new plant will be growing. So rose plants will grow from the stem, and sweet potatoes, they grow from roots. So
plants they grow from seeds, or some plants they grow from stem or roots. Sense organs. Do you know what are sense organs? There are some body parts which help us to know about the things around us. നമ്മുടെ ചുറ്റുമുള്ള കാര്യങ്ങളെ നമ്മളെ മനസ്സിലാക്കാൻ ഹെൽപ്പ് ചെയ്യുന്ന സഹായിക്കുന്ന കുറച്ച് ബോഡി പാർട്സ് ഉണ്ട് നമുക്ക്. ആ ബോഡി പാർട്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? സെൻസ് ഓർഗൻസ്. ക്യാൻ യു നെയിം ദ സെൻസ് ഓർഗൻസ്? യെസ്, ഏതൊക്കെയാണ്? ഐസ്, ഇയേഴ്സ്, നോസ്, ടങ് ആൻഡ് സ്കിൻ. ദീസ് ആർ അവർ സെൻസ് ഓർഗൻസ്. ഏതൊക്കെയാണ്? ഐസ്, ഇയേഴ്സ്, നോസ്, സ്കിൻ ആൻഡ് ടങ്. ദീസ് ആർ അവർ സെൻസ് ഓർഗൻസ്. ഹൗ ഡു ദീസ് സെൻസ് ഓർഗൻസ് ഹെൽപ്പ് അസ്? ഇവരെങ്ങനെയാണ് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത്? എങ്ങനെയാണ് നമ്മളെ സഹായിക്കുന്നത്? നമ്മുടെ ചുറ്റുപാടും അറിയാൻ എങ്ങനെയാണ് നമ്മളെ സഹായിക്കുന്നത്? ഹൗ ഡു ദേ ഹെൽപ്പ് അസ്? വി സീ വിത്ത് അവർ ഐസ്. നമ്മളെ ചുറ്റുപാട് എന്താ സംഭവിക്കുന്നതെന്ന് കാണാനായിട്ട് ആര് സഹായിക്കും? അവർ ഐസ്. വി സീ വിത്ത് അവർ ഐസ്. അപ്പം ടങ്ക് വെച്ചിട്ടോ നാക്ക് വെച്ചിട്ടോ? വി ടേസ്റ്റ് വിത്ത് അവർ ടങ്ക്. അല്ലേ? പുളിപ്പാണോ സ്വീറ്റാണോ അല്ലെ കയ്പാണോ എന്നുള്ളതൊക്കെ അറിയുന്നത് നമ്മൾ എങ്ങനെയാണ്? വിത്ത് അവർ ടങ്ക്. വി ടേസ്റ്റ് വിത്ത് അവർ ടങ്ക്. അവർ സ്കിൻ ഹെൽപ്സ് us ടു ഫീൽ തിങ്സ്. നമ്മളൊരു സാധനം ടച്ച് ചെയ്യുമ്പോൾ അത് സോഫ്റ്റ് ആണോ റഫാണോ എന്നൊക്കെ അറിയാൻ ആരാ ഹെൽപ്പ് ചെയ്യുന്നത്? അവർ സ്കിൻ. അവർ സ്കിൻ ഹെൽപ്സ് us ടു ഫീൽ തിങ്സ്. വി ഹിയർ വിത്ത് അവർ ഇയേഴ്സ്. നമ്മുടെ ചെവി കൊണ്ടാണ് നമ്മൾ കേൾക്കുന്നത്, അല്ലേ? അമ്മ വിളിക്കുകയാണെങ്കിൽ നമ്മൾ എങ്ങനെ കേൾക്കും? നമ്മുടെ ചെവി കൊണ്ട് കേൾക്കും. ആൻഡ് വി സ്മെൽ വിത്ത് അവർ നോസ്. അമ്മ പപ്പടം ചുടുകയാണെങ്കിൽ നല്ല മണം. അതെങ്ങനെയാണ് അറിയുന്നത് നമ്മൾ? വി സ്മെൽ വിത്ത് അവർ നോസ്. ആൻഡ് വാട്ട് അബൌട്ട് പ്ലാന്റ്സ്? പ്ലാന്റ്സ് ഓൾസോ റെസ്പോണ്ട് ടു ദെയർ സറൗണ്ടിങ്സ്. ചുറ്റുപാടിനനുസരിച്ചിട്ട് പ്ലാന്റ്സും എന്ത് ചെയ്യും? അവരുടെ ചുറ്റുപാടിനനുസരിച്ച് പ്രതികരിക്കും. പക്ഷേ ദേ ഡു നോട്ട് ഹാവ് എനി സെൻസ് ഓർഗൻസ്. സെൻസ് ഓർഗൻസ് ഇല്ല. നല്ല ചൂടുണ്ടെങ്കിൽ ഇലയൊക്കെ ഇങ്ങനെ കൊഴിഞ്ഞൊക്കെ പോകും. പക്ഷേ അവരുടെ കയ്യിൽ സെൻസ് ഓർഗൻസ് ഇല്ല. ദേ ഡു നോട്ട് ഹാവ് എനി സെൻസ് ഓർഗൻസ് ബട്ട് ദേ ആർ ഏബിൾ ടു റെസ്പോണ്ട് ടു ദ സറൗണ്ടിങ്സ്. ചുറ്റുപാട് മനസ്സിലാക്കി അതിനനുസരിച്ച് പ്രതികരിക്കാൻ അവർക്ക് കഴിയുമെങ്കിലും അവർക്ക് സെൻസ് ഓർഗൻസ് ഇല്ല. ദ പ്ലാന്റ്സ് ഡു നോട്ട് ഹാവ് എനി സെൻസ് ഓർഗൻസ്. റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ പ്ലാന്റ്സ് ആൻഡ് animals. So we know that animals depend on plants. എന്തിനാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത് അനിമൽസ് പ്ലാന്റ്സിനെ? പ്ലാന്റ്സ് എന്താ നമുക്ക് തരുന്നത്? വി ഓൾ നോ ദാറ്റ് പ്ലാന്റ്സ് ഗീവ് us ഫുഡ്, അല്ലേ? നമുക്ക് ഭക്ഷണം തരും. ദേ ഗീവ് us ഫ്രൂട്ട്സ്, ദേ ഗീവ് us വെജിറ്റബിൾസ്. അതുകൊണ്ടാണ് നമ്മൾ ചോറും കറിയും ഒക്കെ വെച്ച് തിന്നുന്നത്, അല്ലെങ്കിൽ നമ്മൾ ഫ്രൂട്ട്സ് കഴിക്കും, അല്ലേ? സോ പ്ലാന്റ്സ് ദേ ഗീവ് us ഫുഡ്. The plants they also give us oxygen. പ്ലാന്റ്സ് പിന്നെ വേറൊരെണ്ണം കൂടി തരും, ഓക്സിജൻ. ഓക്സിജൻ ഇസ് എ ഗ്യാസ് ദാറ്റ് ഈസ് പ്രസൻറ്റ് ഇൻ ദ എയർ. നമ്മുടെ കാറ്റിൽ, ചുറ്റുമുള്ള കാറ്റിൽ, എയറിൽ ഉള്ള ഒരു ഗ്യാസാണ് ഓക്സിജൻ. വി ഹാവ് ലേൺ ദാറ്റ് വി ബ്രീത്ത് ത്രൂ അവർ ലങ്സ് എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്, അല്ലേ? സോ വൈൽ വി ആർ ബ്രീത്തിങ് വി ടേക്ക് ഇൻ ഓക്സിജൻ. നമ്മൾ എയർ എടുക്കുമ്പോൾ ആ എയറിലുള്ള ഓക്സിജനാണ് നമ്മൾ എടുക്കുന്നത്. ആൻഡ് ഹൂ ഗീവ്സ് us ദിസ് ഓക്സിജൻ? ദ പ്ലാന്റ്സ് ഗീവ് us ഓക്സിജൻ. അപ്പോൾ വാട്ട് ഡു പ്ലാന്റ്സ് ഗീവ് us? പ്ലാന്റ്സ് ഗീവ് us ഫുഡ്. പ്ലാന്റ്സ് ഓൾസോ ഗീവ് us ഓക്സിജൻ. സോ animals and human beings we depend on plants for food and oxygen. ഭക്ഷണത്തിനും ഓക്സിജനും വേണ്ടിയിട്ട് നമ്മൾ ആരെയാണ് ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത്? പ്ലാന്റ്സിനെ. അപ്പം നമ്മൾ എന്തെങ്കിലും പ്ലാന്റ്സിന് തിരിച്ചു കൊടുക്കുന്നോ? വി നോ ദാറ്റ് പ്ലാന്റ്സ് പ്രിപ്പയർ ദെയർ ഓൺ ഫുഡ്, അല്ലേ? പ്ലാന്റ്സ് തന്നെത്താനാണ് ഭക്ഷണം ഉണ്ടാക്കുന്നത്. എങ്ങനെ? കാറ്റും വെളിച്ചവും കൊണ്ടിട്ട് വെള്ളവും എടുത്ത് വച്ചിട്ടാണ് അവർ ഭക്ഷണം ഉണ്ടാക്കുന്നത്. വി നോ ദാറ്റ് പ്ലാന്റ്സ് പ്രിപ്പയർ ഫുഡ് യൂസിങ് എയർ, വാട്ടർ ആൻഡ് സൺലൈറ്റ്. ആ എയറിൽ ഒരു ഗ്യാസ് ഉണ്ട്, കാർബൺ ഡയോക്സൈഡ്. കാർബൺ ഡയോക്സൈഡ് ഗ്യാസ് പ്ലാന്റ്സ് യൂസ് ചെയ്യും. എന്തിന്? ഫുഡ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. സോ ദ പ്ലാന്റ്സ് യൂസ് കാർബൺ ഡയോക്സൈഡ് ആൻഡ് വാട്ടർ ഇൻ ദ പ്രസൻസ് ഓഫ് സൺലൈറ്റ് ടു പ്രിപ്പയർ ദ ഫുഡ്. ഫുഡ് ഉണ്ടാക്കാനായിട്ട് അവർ കാർബൺ ഡയോക്സൈഡും വെള്ളവുമാണ് യൂസ് ചെയ്യുന്നത്. ഈ കാർബൺ ഡയോക്സൈഡ് എങ്ങനെയാണ് പ്ലാന്റ്സിന് കിട്ടുന്നത്? ദ അനിമൽസ് വിൽ ബി ഗിവിങ് ഔട്ട് കാർബൺ ഡയോക്സൈഡ്.
Okay, the plants prepare food with the help of a gas that is called as carbon dioxide, which is given out by animals while breathing. അപ്പം നമ്മൾ ബ്രീത്ത് ചെയ്യുമ്പോൾ ഞാൻ പറഞ്ഞു നമ്മൾ അകത്തോട്ട് എടുക്കുന്നത് എന്തോന്നാണ്? ഓക്സിജൻ ഗ്യാസാണ്. വി ടേക്ക് ഇൻ ഓക്സിജൻ. നമ്മൾ കാറ്റ് ഇങ്ങനെ എയർ അകത്തോട്ട് എടുക്കുമ്പോൾ എയറിലുള്ള ഓക്സിജനാണ് നമ്മൾ എടുക്കുന്നത്. ഓക്കെ, ആ ഓക്സിജൻ ആരാ തരുന്നത് നമുക്ക്? പ്ലാന്റ്സ് ഗീവ് ഇറ്റ് ടു അസ്. ആൻഡ് നമ്മൾ പുറത്തോട്ടേക്ക് വിടുന്ന എയറിൽ എന്തായിരിക്കും? കാർബൺ ഡൈ ഓക്സൈഡ് ആയിരിക്കും. സോ വി ഗീവ് ഔട്ട് കാർബൺ ഡൈ ഓക്സൈഡ്. അതാരെടുക്കും? ദ പ്ലാന്റ്സ് വിൽ ടേക്ക് ഇറ്റ്. എന്തിന്? പ്ലാന്റ്സ് നീഡ് കാർബൺ ഡൈ ഓക്സൈഡ് ടു പ്രിപ്പയർ ഫുഡ് ഉണ്ടാക്കണമെങ്കിൽ പ്ലാന്റ്സിന് എന്ത് വേണം? ദേ നീഡ് കാർബൺ ഡൈ ഓക്സൈഡ് വിച്ച് ഈസ് ഗിവൺ ഔട്ട് ബൈ ആനിമൽസ്. അതില്ലെങ്കിൽ അവർക്ക് ഫുഡ് ഉണ്ടാക്കാൻ പറ്റില്ല. വേറെ എങ്ങനെയെങ്കിലും നമ്മൾ ഹെൽപ്പ് ചെയ്യാറുണ്ടോ? യെസ്, വി ഹെൽപ്പ് ഇൻ സ്പ്രെഡിങ് സീഡ്സ് സ്പ്രെഡ് ചെയ്യും. ആൻഡ് ഓൾസോ മാന്യൂർ. ആനിമൽസ് വിൽ ഓൾസോ ഗിവ് മാന്യൂർ. മാന്യൂർ എന്ന് വെച്ചാൽ എന്തോന്നാണ്? വളം. ചാണകമൊക്കെ ആനിമൽസ് കൊടുക്കില്ലേ? അപ്പോൾ അത് വെച്ചിട്ട് ആ വളം കൊണ്ട് പ്ലാന്റ്സ് വളരും. പിന്നെ സീഡ്സ് സ്പ്രെഡ് ചെയ്യും. എങ്ങനെ? മങ്കീസ് ഇങ്ങനെ പഴം ആ മരത്തിൽ നിന്ന് പറിച്ചിട്ട് അവിടെ ഇരുന്ന് തന്നെ തിന്നത്തില്ല അല്ലേ? ദേ ടേക്ക് ദ ഫ്രൂട്ട് ആൻഡ് ദേ ഗോ ടു അതർ പ്ലേസസ് ആൻഡ് ഈറ്റ് ഇറ്റ്. അപ്പോൾ അവിടെ കൊണ്ട് അവർ ത്രോ ചെയ്യുമ്പോഴത്തേക്കും അവിടെ സീഡ് മുളച്ച് വരും. അതല്ലാണ്ട് ഇതുപോലത്തെ സീഡ്സ് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? പുല്ലിലൊക്കെ കാണും, ഇങ്ങനെ മുള്ളായിട്ട് വെച്ചിട്ടുള്ള ഈ സീഡ്സ് എന്ത് ചെയ്യും? നമ്മളിപ്പോൾ പുറത്ത് നടക്കാൻ പോവുകയാണെങ്കിൽ നമ്മുടെ ഡ്രസ്സിലൊക്കെ ഇങ്ങനെ കുത്തിപ്പിടിച്ചങ്ങിരിക്കും അല്ലേ? ഒട്ടിപ്പിടിച്ചങ്ങിരിക്കും. ആനിമൽസിൻ്റെ മുഖത്തും അതുപോലെ അവരങ്ങ് ഒട്ടിപ്പിടിച്ചങ്ങിരിക്കും, അള്ളിപ്പിടിച്ചങ്ങിരുന്നോളും. സോ animals help in spreading the seeds. Animals help in spreading the seeds of plants. അപ്പം നമുക്കിനി എല്ലാം കൂടി ഒരുമിച്ച് നമുക്ക് നോക്കാം. പ്ലാന്റ്സ് ഗീവ് അസ് ഓക്സിജൻ ആൻഡ് ഫുഡ്. പ്ലാന്റ്സ് നമുക്ക് എന്തൊക്കെയാണ് തരുന്നത്? പ്ലാന്റ്സ് ഗീവ് അസ് ഓക്സിജൻ ആൻഡ് ഫുഡ്. പ്ലാന്റ്സ് നമുക്ക് തരുന്നത് ഓക്സിജൻ ഗ്യാസ് തരും, ഫുഡും തരും. ആനിമൽസ് എന്ത് കൊടുക്കും? ആനിമൽസ് ഗീവ് പ്ലാന്റ്സ് കാർബൺ ഡൈ ഓക്സൈഡ്. അവർ ബ്രീത്ത് ഔട്ട് ചെയ്യുമ്പോൾ അവരെന്ത് കൊടുക്കും? കാർബൺ ഡൈ ഓക്സൈഡ് കൊടുക്കും. പിന്നെ വേറെ എന്ത് ചെയ്യും? ദേ ഓൾസോ ഹെൽപ്പ് ഇൻ സ്പ്രെഡിങ് ദ സീഡ്സ് സ്പ്രെഡ് ചെയ്യാനും ഹെൽപ്പ് ചെയ്യും. ഓക്കെ, അപ്പോൾ ദ ആനിമൽസ് ദേ വിൽ ബി ഗിവിങ് ഔട്ട് കാർബൺ ഡൈ ഓക്സൈഡ് and the plants will take in the carbon dioxide and give out a gas called as oxygen, and this gas is taken by the animals for breathing. അപ്പം പ്ലാന്റ്സ് ആനിമൽസ് കൊടുക്കുന്ന കാർബൺ ഡൈ ഓക്സൈഡ് എടുത്തിട്ട് അവർ ഫുഡ് ഉണ്ടാക്കുകയും ചെയ്യും, പുറത്തോട്ടേക്ക് ഓക്സിജൻ വിടുകയും ചെയ്യും. ആനിമൽസ് ആ ഓക്സിജൻ ബ്രീത്ത് ചെയ്യും. പിന്നെ ആനിമൽസ് വേറെ എന്ത് ചെയ്യും? ദേ ഹെൽപ്പ് ഇൻ സ്പ്രെഡിങ് ദ സീഡ്സ് ഓഫ് പ്ലാന്റ്സ് ആൻഡ് ഗീവ് ദം മാന്യൂർ. വളവും കൊടുക്കും.